ആട്ടുതൊട്ടിൽ പാട്ടുമൂളി കൂട്ടിരിക്കാം കുഞ്ഞാവേ, നെഞ്ചിനകത്തു കിടന്നുറങ്ങും മായപ്പൊന്മയിലേ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, നാളൊരു വ്ളോഗ് നമ്മളതൊന്നും കാണുന്നവർക്ക് അറിയണ്ടാവും. അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിനി കുട്ടിയോളെ ഡേറ്റ് ആവാനായി. സ്കാനിങ് ഇനി 10-ാം തീയതിയാണ് ഷിഫ്നാക്ക് കേട്ടോ, താത്താക്ക്. അപ്പോൾ 10-ാം തീയതി ഒരു സ്കാനിങ് ഉണ്ട്. അപ്പോൾ ആ സ്കാനിങ്ങിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പ്രസവം നേരത്തേക്കാരും. അപ്പം കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ 26-ാം തീയതി അങ്ങനെയൊക്കെയാണ് ഡേറ്റ് ഇല്ല തയ്ക്കണേ. ഇനി 2 ആഴ്ചയൊക്കെ ഉള്ളൂ നമ്മൾ മുന്നിലെ ടൈം കഴിഞ്ഞു കേട്ടോ ദിവസമൊക്കെ. അപ്പം ഞാൻ പാതൂന്ന് നേഴ്സറിയിലാക്കി വരികയാണ്, അതുകൊണ്ടാണ് കിതപ്പ്. അപ്പം ഞാൻ പറഞ്ഞു നിൻ്റെ ഭാഗം ഓക്ക് കുട്ടിക്ക് കിടക്കാൻ്റെ ഒരു എന്താ പറയുക ഇങ്ങനെ എടുക്കുന്നൊരു സാധനം ഇച്ച് നല്ല പൂതിണ്ടായിന്. നമ്മളൊക്കെ ടൈമിലൊരു 300 റുപ്യേൻ്റെ സാധനമൊക്കെ ഇനി. പക്ഷേ നമുക്കിപ്പോൾ ഇങ്ങനെ അന്നത്തെ കാലമല്ലല്ലോ, അന്ന് കൊറോണ ടൈമിൽ കുടുങ്ങി കറന്ന കാലം, എല്ലാം കിട്ടിയത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞൊരു ടൈമിന്. അപ്പോൾ എന്താ പരിപാടി വെച്ചാൽ, ഞാൻ അങ്ങനത്തെ ഒന്ന് കണ്ട് ഇൻസ്റ്റാ പേജിൽ നിന്ന് ഓർഡർ ആക്കിയിരിക്കണ്. ഓളോട് ഞാൻ അത് മാത്രം വാങ്ങി തരണ്ടെന്ന് പറഞ്ഞിന്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇമ്മാനോട് ഞാൻ പറഞ്ഞിട്ടില്ല, ഇമ്മാനോട് പറഞ്ഞയച്ചാലേ ഇപ്പോൾ ആരം കൊണ്ട് ഓളോട് പറയും. അപ്പം എന്താ അങ്ങനെ ഒരു കിറ്റ് ഒന്നായിട്ട് വരുന്ന കുട്ടികളെ സാധനം ഐറ്റംസൊക്കെ ഉള്ളൊരു കിറ്റ് ഞാൻ വാങ്ങിയിരിക്കണം. അത് ചുങ്കത്തിൽ എത്തിക്കണം. ഇന്നലെ വിളിച്ചിരിക്കണം. അപ്പോൾ ഇന്നലെ ഉപ്പാനായിട്ട് വന്നപ്പോൾ നേരം വൈകി, അപ്പോഴത്തേനും അടച്ചിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് പാതൂനാക്കി വാങ്ങാൻ പോവുകയാണ്. എന്നിട്ട് ഓളുപ്പാനെ കാണാൻ ഉച്ചക്ക് വരണമെന്ന് ഇറങ്ങണം. അപ്പോഴത്തേനും ഐറ്റംസും കാര്യമൊക്കെ സെറ്റാക്കി അവിടെ കൊണ്ടുപോയി വെക്കാൻ നല്ല പൂതിന്. കാരണം ഓള് കാണുമ്പോൾ എന്താ കാര്യം പെട്ടി എണ്ണ വേണ്ടിയിട്ടുണ്ടാവില്ല, അതിൻ്റെ ഉള്ളിലത്തെ കാണുമ്പോൾ എന്തായാലും ഓള് ഞെട്ടും ഉറപ്പാണ്. ഞാൻ സാധനം കാര്യമൊക്കെ ഒന്ന് പോയി വാങ്ങട്ടെ, നമുക്ക് നോക്കി വെക്കാം. ഞാൻ ചുങ്കത്ര കൂടെ കുറച്ച് നേരമായി കറങ്ങണം കേട്ടോ. ചുങ്കത്ര കൊറിയർ ഓഫീസിലാണ് വിചാരിച്ച, പോസ്റ്റ് ഓഫീസ് ഇനി അറിയില്ല. ചുങ്കത്ര പോസ്റ്റ് ഓഫീസിൽ അറിയില്ല, 4-5 കാക്കാരോട് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഏതായാലും പോയി നോക്കട്ടെ. ഈ ഒരു ഐറ്റം ഫുള്ള് കൊണ്ടുപോകാനാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടുള്ളൂ. ഞാൻ എന്നിട്ട് അപ്പുറത്തെ കടയിൽ നിന്ന് തുണി പീസൊക്കെ വാങ്ങിയിരിക്കണം, വണ്ടിമ കെട്ടാൻ പറ്റുകയാണെങ്കിലോ എന്ന് വിചാരിച്ച് നോക്കട്ടെ. എങ്ങനെ കൊണ്ടുപോകേണ്ട വെച്ചൊരു ഐഡിയ ഇല്ല. ഞാനിവിടെ ഇവിടെ ഒരു കയറ് കിട്ടാല്ല കേട്ടോ. ഞാൻ 10 റുപ്യേൻ്റെ ഒരു കയറൊക്കെ വാങ്ങിഞ്ഞത് വലിച്ച് കെട്ടി പോട്ടച്ചറിയില്ല, പക്ഷെ കൈയും കാലും വർക്കുണ്ട്. ഏതായാലും ഇത് കെട്ടി വെക്കട്ടെ. ഇപ്പം മതിയായിട്ടൊക്കെ വാങ്ങാൻ വരുമ്പോൾ ഒറ്റയ്ക്ക് വരാക്കുക. ഞാൻ പെരീന്ന് ആരും കൊണ്ടുവരാല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് പോകുന്ന കേട്ടോ. ഇതൊന്ന് കെട്ടട്ടെ. മണിക്കൂറിന് ശേഷം പെട്ടി കെട്ടിക്കണം. എത്ര ദൂരം പോകുന്ന വെച്ചറിയില്ല. കയറ് വലിച്ചിട്ട് കൈൻ്റെ അവിടെ പാടായിട്ടോ, മുറിഞ്ഞില്ല ഭാഗ്യത്തിന്, മുറിയാനായി. അല്ല ഒരാളില്ല, ഒറ്റക്ക് ഇടങ്ങേറായി. പേരും വെയിൽ നട്ട വെയിലത്ത് ഞാൻ ഒരു 3/4 മണിക്കൂറായി പെട്ടിമ്പെട്ട് ഇടങ്ങേറാണ്. ഇനി വല്ല ആക്കും പോലെ വണ്ടി എടുത്ത് പോട്ടെ. ഇനി പെരിയിലെത്തിയിട്ട് കാണിച്ച് വെച്ച എൻ്റെ കൈ നല്ല നീറിയതുണ്ട്. അങ്ങനെ ഉമ്മാനോട് ഇപ്പോൾ പറഞ്ഞേക്കണം. കാരണം ഇനിയിപ്പോൾ പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ ഓളെ നേരെ പോയി ഇത് ഉള്ളിലേക്ക് വെക്കുക, റൂമിൻ്റെ അടിയിൽ കയറ്റുക, കട്ടിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും കയറ്റുക, ഓളെ പോയി കൊണ്ടുപോയിട്ടോ. നേരെ 11 മണിയായി. പണി എല്ലാ പരിപാടിയും കഴിഞ്ഞേക്കണേ. പണിയായിട്ടൊന്നുമില്ല. അപ്പോൾ വേഗം പരിപാടി എടുക്കണം, ഇച്ചൊന്ന് പോകും വേണ്ടേ, ഒക്കെപ്പാട് ഒപ്പായോണ്ടേ. അപ്പം ഇനി ഇത് കത്തെടുത്ത് വെട്ടട്ടെ, എന്നിട്ട് ഉള്ളിൽ കൊണ്ടുപോയിക്കട്ടെ കേട്ടോ. ഞാൻ ഗൾഫിൽ പോയാലോ? ഇതെന്താണ് അമ്പാടുണ്ട്? ഞാൻ നിങ്ങളെ മക കാർഗ അയച്ചാണ്. എന്താപ്പത് വട്ടം കറങ്ങി നിരീക്ഷിച്ചത്? ഇതെന്താണ്? ഞാൻ പോവുകയാണ്, ചെറിയാപ്പൂൻ്റെ അടുത്ത് പോവാ. ചെറിയാപ്പ ഈ തമിഴ്നാട്ടിലാലോ, പോയിട്ട് കാര്യല്ലോ. കാലൊന്നുമില്ല, സംഭവം കാണൊന്നുമില്ലല്ലേ. അത് താറാവൂട്ട് വെക്കാൻ നടക്കുക ഇനി. അതിലാണ് എന്തൊരു കാലം ഉണ്ടാവും. അല്ല എന്താ ഇത് വട്ടം കറക്കാനൊന്നും സാധനം മനസ്സിലാവൂല. ഇതൊക്കെ അല്ല ഇതേ കയറില്ല, സാധനം ഉണ്ട്, കയറില്ല. ഫാൻസിന്ന് കയറൊക്കെ വാങ്ങി കജ്ജൊക്കെ നോക്കി വലിച്ചു കെട്ടിയിട്ട് ഒരു മനസ്സ തിരിഞ്ഞു നോക്കണില്ല. പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ കുറച്ച് ഉള്ളിലും. അതാ പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ അതിന്റെ ഇതെന്താ എന്തായാലും കൊട്ടി പൂട്ടി. ഇനി സിഫ്നാനൊന്ന് കൊണ്ടുവരാൻ പോണോ? സിഫ്ന എന്നുണ്ടോ ഒലപ്പാല കാണാം. ഇതെന്താണെന്നറിയോ? നിങ്ങളെ പേരക്കുട്ടിക്കുള്ള മാഷാ അല്ലാ ഇൻഷാ അല്ലാ പേരക്കുട്ടിക്കുള്ള സാധനങ്ങളാണ്. ഇത്രയും തോന്നെ ആരതൊക്കെ തന്നെ ഞാൻ അതിന്റെ കുടുംബത്തിനും ആദ്യം എന്നാ പ്രാർത്ഥിച്ചോളിച്ച്. ഇത് നമ്മളൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ഞാൻ ഓർഡർ ആക്കിയാണ്. എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല, വീഡിയോസും കാര്യമൊക്കെ കണ്ട് ഓർഡർ ആക്കിയാണ്. എന്താണ് ടെൻഡി ബേബി ഡയപ്പേഴ്സ് പാൻസ് ഡയപ്പർ. ഇത് ഡയപ്പറിന്റെ പറ്റിയാണോ? ഇതൊന്നല്ലോ ഹൈറ്. എന്താ അറിയോ, എല്ലാ യൂട്യൂബറിലും കണ്ടിട്ട് ആഗ്രഹമൊക്കെ ഉണ്ട്. എന്ത്
ഇതിലെന്താ വെച്ചാൽ അത് കുട്ടിക്കുള്ളതാണ്. ഒന്നും അറിയൊന്നുമില്ല. എന്ത് കുട്ടിക്കില്ലല്ലോ, താറാവുട്ടിയാണ്. കുട്ടിക്കുള്ളതാണപ്പോ വലിയ ഹൈറും സന്തോഷമൊക്കെ ഉണ്ട്. ഏതായാലും നമ്മൾ ഇത്രയും 3 പ്രസവിച്ചപ്പോ ഒരു ടർക്കി കണ്ടിട്ട് നിങ്ങളൊക്കെ പെറ്റപ്പോ തുണിക്കണ്ടേറ്റ് ടർക്കില്ല. ഞങ്ങള് പറ്റപ്പോ 10 വയസ്സല്ല ടർക്കി കണ്ടിട്ട് തുണിക്കണ്ടം. ഞങ്ങളെ ഞാനൊക്കെ പറ്റപ്പളേ നിങ്ങൾക്ക് ടർക്കില്ലേ തുണിക്കണ്ടേറ്റ് നിക്കണ. അതൊന്നും പറ്റപ്പളേ അതിലും വലുത്. അതിനെ പറ്റപ്പോ അന്നൊക്കെ പറ്റപ്പള്ളി അന്വേഷിക്കാനൊക്കെ പറ്റപ്പോ തുണിക്കണ്ടേറ്റാ എന്നിട്ട് കത്തിയൊക്കെ എടുത്ത് ഇതാക്കി. അല്ലെങ്കിൽ ഇത് വല്ല ഊരി അത് കൈയൊക്കെ ജാമായിട്ട് ഞാനത് പൊന്തിച്ച അതാപ് നിങ്ങൾ എടുക്കണം. അതൊക്കെ വീഡിയോ എടുത്ത് ചിരിച്ച് കത്തീന്. ഇത് ഞാൻ പൊന്തിച്ച ഒരു അതാപ് ആലോചിച്ച് നോക്കി. അല്ല നിങ്ങളെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. നിങ്ങളിത് എവിടെ വെക്കണ്? എവിടെ വെക്കുക? നിങ്ങൾ അറിയൂല്ല. അല്ല നിങ്ങൾ അറിഞ്ഞോളോട് എന്തേലും ആരും പറയും. കത്തിയാണ് അത് എന്റെ കജ്ജോക്കാ. ഇത് ഇറക്കിട്ട് അല്ല ഇതിങ്ങനെ അല്ലെങ്കിൽ ജന്തുക്കാട്ടെ ഒരു ഇങ്ങനെ ഇറക്കണ ഒരു കുളത്തിടുന്ന സാധനല്ല. അത് വാങ്ങിയാൽ മതിയേനി. ഫാൻസിലൊക്കെ ഉണ്ടാവും. റിസ്ക് ഇതിന് വേണ്ടേ. അതാവുമ്പോ ഒരു കുഴപ്പമില്ല. അപ്പൊ ഞങ്ങളിത് കട്ട് ചെയ്തിട്ട് കൊണ്ടോട്ടെ. മാറ്റൊക്കെ ഒരു സന്തോഷമൊക്കെ ഗൾഫിന്ന് പെട്ടിട്ട് അതിന് പായ. ഞാൻ പോയി കൊണ്ടുവരട്ടോ. ഇതെവിടെ ഒന്ന് ഒളിപ്പിച്ചേക്കുക. ഈ ടേബിളിന്റെ അടിയൊക്കെ ചാല് ശ്രദ്ധിച്ചോള്. അടുക്കളയിൽ കൂടെ ഇപ്പൊ കയറ്റുമ്പോ തന്നെ നോക്ക് ഡൗട്ട് തോന്നിയാലോ. അപ്പൊ ഞാൻ ഇഞ്ഞോളെ പോയി കൊണ്ടുവരട്ടെ. സാധനം ഇവിടെ നിക്കട്ടെ. പിന്നെ ഇപ്പാനെ കാണണം എന്ന് പറഞ്ഞു വരികയാണ് അല്ലേ. ഓള് വീണിട്ട് ആ മുറി കണ്ടിട്ടില്ല. എന്നാലും ഇനിയിപ്പോ ഓളെ നമ്മളെ കൊണ്ടുപോവാണ് ഇപ്പാനെ കാണാനല്ലേ. ഞാൻ പേടിച്ചു പോയി. ഞാൻ പോവുകയാണ്. ഇന്ന് പോകുമോ? തറവാട്ട് പോയിട്ട് ആ വീഡിയോ ഒന്ന് കേറ്റാണ്ട്. അപ്പൊ ഇനി നമ്മള് ഓളിയും കൊണ്ട് പെരിക്കോട്ടെ അല്ലേ. പോട്ടെ. ഞാൻ കണ്ടിട്ട് തന്നെ അല്ല, കാരണം ഫോട്ടോത്തെ കണ്ടിട്ടുള്ളൂ. എപ്പോഴും അങ്ങോട്ട് കൊണ്ട് ഇങ്ങനെ പോണ്ടല്ലോ വിചാരിച്ചിട്ടേ. ഓള് 2 ദിവസം റെസ്റ്റ് കൊടുത്തതാ. അങ്ങനെ ഓള് വണ്ടുമ്പോ ഞാൻ ഇവിടെ ഇറക്കിക്കണ. ഞാൻ പാഞ്ഞു വന്നിക്കണം അങ്ങോട്ട്. വെൽക്കം ബാക്ക് ഹൗസ്. സിഫ്ന ഓം റിങ് കുട്ടിച്ചാത്ത. എന്താ എന്റെ ദിവസമാണ്. എന്നും എന്റെ ദിവസം തന്നെയാണ്. അങ്ങനെയല്ല. അനക്കുന്നത് 1.5 സർപ്രൈസ് ഒന്നും. അല്ല പ്രാങ്കിന്റെ ക്ഷീണം മാറി. പ്രാങ്കിന്നില്ല, ഞാൻ നന്നായിക്കണ്. അനക്കേ എന്താ വെച്ചാല് കേറ്. അനക്കൊരു സർപ്രൈസ് ഉണ്ട്. ഇത് തെരഞ്ഞ് കണ്ടുപിടിച്ചോ. ചെറിയ സാധനം അതോ തിന്നാൻ പറ്റണ ഒരു ചെറിയ സാധനം. ഒരു ചെറിയ സാധനം ഈ പെന്റെ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. കണ്ടുപിടിച്ചോ. സർപ്രൈസ് ആണ്. പിന്നിട്ടുള്ളി കളിച്ചാ മതി. അപ്പൊ നമുക്ക് ഓളെ പെന്റെ ഉള്ളിൽ കേറ്റാം. റെഡി 1 2 3 സ്റ്റാർട്ട്. കടുക് മണിന്റെ അത്ര വലിപ്പമുള്ളോ അതോ എന്താ? ചെറുതാണ്. ചെറുതാണോ? ഒരു മീഡിയം. മനോട് വെച്ചോട്ടെ. ഇപ്പ മുറിയാണോ വന്നിക്ക് കെട്ടി പൂട്ടി വെച്ചിക്കാലേ. അതങ്ങനെ ഞങ്ങൾ തിങ്ങനെ കാണുമ്പോ അങ്ങനെ നിക്കും. ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് പോണുള്ളൂ. വൈകുന്നേരം പോണുള്ളൂ. റൂമിൽ കൂടെ ഒക്കെ ഒന്ന് തരയാ. എന്താ സാധനം? എന്തോ സർപ്രൈസ് നിനക്കും അറിയില്ല? തടന്നേ അറിഞ്ഞു തരുന്നതും എനിക്കിപ്പോ ആകാംക്ഷയല്ല. എന്താന്ന് എന്താ ചന്ത മുട്ടായി ആണല്ലേ. ഇവിടെ കേട്ടോ. അപ്പം ഓളൊരു ആകാംക്ഷ കാണാൻ വേണ്ടി ചെയ്യാണ്. നെഗറ്റീവായിട്ടൊന്നും വിചാരിച്ചത് കേട്ടോ. ബാമ്മ നമുക്ക് പുറത്തോളം പൊട്ടുണ്ട് സാധനം ഞാൻ ഇവിടെ മാറ്റി വെച്ചേക്കണം. ഇങ്ങോട്ട് പൊട്ടത്തി വന്നിട്ടുമില്ല, ടോള് വന്നിട്ടുമില്ല. അത്ഭുതം. എടുത്തോളി. നമ്മളെന്നെ അത് കണ്ടിട്ട് നിർത്തിയിരിക്കണം കേട്ടോ. കാരണം ഒരു പ്രതീക്ഷയില്ല ഞങ്ങൾക്ക് ഇങ്ങനെ കൊടുത്തുള്ളൂ. അപ്പോൾ ഓള് ഇതിലേറെ പ്രതീക്ഷ നട്ടുകൊള്ളു. എന്താ വെട്ടി ബിരിയാണി ഇല്ല, ഞെട്ടിക്കൽ ബിരിയാണി. കണ്ണും പൊട്ടടി. നെത്തിച്ചൽ ബിരിയാണിന്റെ അല്ലേക്കാണ്. നുള്ളി പൊറക്ക. കണ്ണുമ്പ് ഇത് കൊണ്ടുവരുമ്പോ ഒറ്റ തട്ടുന്നു. ഓള് നെറ്റിയാണ് നെട്ടിച്ച. എന്നിട്ട് കമ്മിന്റെ ഉള്ളിൽ കണ്ണുമ്പേ പോരെ. കണ്ണുമ്പേ തുറക്കരുത്. ഞോള് മുന്നിലും നേരെ നിക്കി. കണ്ണുറന്ന കുട്ടിയുടെ മേത്തൊന്ന് ടച്ച് സംഭവം. ഇതെന്താ
ഇതെന്താന്ന് വെച്ചാല് ഞാൻ പോവാണ് തോന്നുമ്പോ ചെറിയാപ്പൂര് കുറച്ച് പച്ചക്കറി ഇച്ച് തോന്നുന്നു മറ്റേ ബേബി സെറ്റിന്റെ മറ്റേ സാധനമാണ്. ആണെന്നോ അനക്കങ്ങനെ ബേബി അത് പാമ്പേസിന്റെ പെട്ടിയടി. പാമ്പേസിന്റെ പെട്ടിയാണ് സത്യത്തിൽ പാമ്പേസിന്റെ പെട്ടിയാ. എന്തായാലും നോക്കാം എന്തോ സാധനമാണ് അങ്ങനത്തെ എന്തൊക്കെ സംഭവമാണ്. എന്താണമ്മ ഒരു ഐഡിയ ഇല്ല. തുറന്നാ തന്നെ അതിലെന്താ അറിയാം എന്താ ചിന്ന അങ്ങനെ എന്തോ ആണ്. നമ്മക്ക് എന്തായാലും അല്ലേ നല്ലൊരു സംഭവമാണ് ഇത് കിട്ടിയത്. നന്നാവത്തൊട്ട് റിലേക്കണ് അതല്ല ഇമ്മ എന്താ അറിയോ ഉമ്മാന്റെ വിചാരം എന്താ അറിയോ ഇമ്മ ഈ നൗഫലും ഉമ്മയും മോന്റെ ഒക്കെ യൂട്യൂബ് കാണലുണ്ട്. അന്നൊട്ടേ പറയും നൗഫലിന്റെ രണ്ടാമത്തെ പെണ്ണുങ്ങൾക്ക് ഇടി ഇങ്ങനെ വയലറ്റ് കളറിന്റെ കിട്ടിയേക്കണ വാങ്ങണല്ലേ അങ്ങനത്തെ വാങ്ങണേ പ്രസവിച്ചപ്പോ അല്ല അതങ്ങനെയാണ് ഞാൻ പറയും ഉമ്മാന്റെ തെറ്റിദ്ധാരണേ. കാട്ടല്ലേ നല്ല കാണട്ടെ ഇവിടെ അമ്മ ഉള്ളില് ക്ലിയർ ഇല്ലേ? ഞാൻ പൊട്ടിച്ച കത്രിക കൊണ്ടുവരാം. ഒരാൾ കാവലെത്തിട്ടുണ്ട് സൈസും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഈ സാധനമൊക്കെ കൊണ്ടുവന്ന് എന്തേനി എന്നാ പൊളിച്ച സിഫ്നാന്റെ സാധനല്ലേ പൊട്ടിച്ചാൻ അയക്കണ്ട ഇവിടെ വെച്ചിട്ട് ഒട്ടിച്ചടി. എന്താ ആകാംക്ഷ ഉണ്ട് വന്നപ്പോ തന്നെ ആകാംക്ഷ ഉണ്ട്. പിന്നെ ഓളതല്ലേ പൊട്ടിച്ചെന്നോ അടങ്ങാറുണ്ടോ? ഒക്കെ ഇടങ്ങാറൊക്കെ കാരണം മാസം ഇതെന്തിനാ പറഞ്ഞേ ഞാൻ പന കാണാനേ. എന്നിട്ട് എന്താ ഇത്രയും വലിയ പെട്ടിയിൽ ഇങ്ങനെ കിട്ടുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല. നമ്മള് വാങ്ങണം പറഞ്ഞിട്ടില്ലേ? വാങ്ങണം. ഞാന് ചെറിയാപ്പൂനോട് ഷഫീഖിനോടൊക്കെ പറഞ്ഞ് ഞങ്ങള് സെറ്റ് ആക്കിയേക്കണ് ഇങ്ങനെ ഒരു ഐറ്റം ഇങ്ങനെ വാങ്ങണം. ആവാൻ നേരത്തെ നമുക്ക് ആ ഹോസ്പിറ്റലിന്റെ അവിടെ ഉണ്ടാവില്ലേ അന്ന് ഞങ്ങള് വിലയൊക്കെ ചോദിച്ചപ്പോ 200 റുപ്യ 200 200 400 റുപ്യ ഇങ്ങനെ കിടക്കണ സാധനത്തിന് നമ്മളവിടെ ചോദിച്ചപ്പോ 700 അറിഞ്ഞില്ലേ? ഞാൻ മറ്റേ വേറൊരു കുട്ടികളെ കടി കയറി ചോദിച്ചപ്പോ 1500. അതിൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വിലക്കുറവാട്ടടി പറഞ്ഞില്ലേ. അങ്ങനെ ചോദിച്ചീന് സാധനം കാര്യൊക്കെ സെറ്റ് ആക്കീന്. ഇപ്പാനങ്ങോട്ട് ഇരുത്തിക്കാണി ഇരുത്തി നീ കണ്ടോ. ഇപ്പൊ ആരും കണ്ടിട്ടില്ലേ നമ്മളെ കുടുംബത്തിൽ ആദ്യമായിട്ട് ആയതുകൊണ്ട് ഭാഗ്യ സിഫ്നാക്ക് കിട്ടി അല്ലേ? സിഫ്നാന്റെ എല്ലാവർക്കും കാണാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നല്ലൊരു നീലപ്പെട്ടി വാങ്ങാ കൊട്ട വാങ്ങാ. മാളെ കാപ്പി ഐറ്റൊക്കെ നമ്മള് കണ്ടിട്ടില്ല കേട്ടോ. നിക്കേ നീച്ചൊക്കെ ഇപ്പൊ എന്തായാലും ചോദിച്ചിട്ടുണ്ട്. ഉപ്പാനെ നമ്മളിവിടെ കൊണ്ടുവന്ന് ഇരുത്തിക്കണ്. കാരണം നമ്മളൊക്കെ ഇത് ആദ്യമായിട്ട് കാണാണ്. അപ്പൊ ഉപ്പാനെ കൊണ്ടുവന്ന് ഇരുത്തി ഇനി സാധനം കാര്യമൊക്കെ ഞാൻ തുറന്നോക്കട്ടെ. എന്താ അടച്ചോനെ ഞങ്ങള് വാങ്ങുമ്പോ ഇങ്ങനത്തെ വാങ്ങാൻ നല്ല പൂതിണ്ട്. ഇങ്ങനെ പാട്ടുതൊട്ടിൽ പാട്ടുമൂളി കൂട്ടിരിക്കാം കുഞ്ഞാവേ ചാടുക ഇല്ലേ? ഇതൊക്കെ വേഗടി അടച്ചോനെ. എന്താ ചക്കക്കൂട്ട മാതിരി അറിയില്ലേ? ടർക്കി കുട്ടിക്കില്ല ടർക്കി. എങ്ങനെയുണ്ട് വേഗ്? കൂടുതൽ ഏറ്റവും ഇഷ്ടമായിരുന്നു ഇച്ചതാണ്. ഇതല്ലാതെ രസമുണ്ട്. 2 പില്ലൊക്കെ ഉള്ളിൽ എന്നിട്ടേ തുറക്കാണ്ട് നമുക്ക് ലാസ്റ്റ് തുറന്ന് കാട്ടി കൊടുക്കാം. ഒക്കെ തുറന്ന് കാട്ടി തരാം കേട്ടോ. ഹോസ്പിറ്റൽ ബാഗ് ഏതിങ്ങനെ കുട്ടിക്കില്ലേ ഓക്കില്ല ഡ്രസ്സും കാര്യം ഇനി എടുക്കാല്ലേ സ്കാനിങ് റിപ്പോർട്ടൊക്കെ വെക്കാനല്ലേ അങ്ങനത്തെ ഐറ്റം. ടർക്കിയൊക്കെ ഇട്ടമ്മ ഞങ്ങളെ ചെങ്ങാഴ്ചൊക്കെ വരാനയക്കണേ. ഏതുമേടി ചെറുക്കണ്ട കുമ്പുണ്ടടി ഉമ്മ എടുത്തന്നോളൂ. അവ്വാവോക്കട്ടെ തണുപ്പിനില്ല ടർക്കില്ലടി തലയിൽ ഈ ചിഹ്നം വന്നിട്ട് അത് നിർത്തിക്ക. പാക്ക് ചെയ്തൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ. അല്ല അത് ടിഷ്യൂ ആണ് തുടക്കാല്. അല്ല ഓക്കില്ലതാണ് പേടാണ്. ഇതെന്താ ടർക്കി അടി. ഇത് കണ്ട ഒട്ടിപ്പില്ല. ഇത് ഞങ്ങൾക്ക് സാധനം എന്തൊക്കെ ഏതാന്നൊന്നും അറിയില്ല കേട്ടോ. ഇത് നിർത്താനുണ്ട് ഇവിടെ. ഇത് പൊട്ടിച്ചാണ്ട് ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് ഇല്ലാണ്ട് ഇട്ടാണ്ട് അല്ലാണ്ട് ഉറങ്ങിക്കോളും. കണ്ടോ ഇത് കുഞ്ഞി ടർക്കി. ഷഫീഖിന് വീഡിയോ കോൾ ജിമ്മ ഓനെ കൊണ്ടുവരി. ബാഡ്സ് കണ്ടപ്പോ അങ്ങോട്ട് നോക്കി ഇവിടെയാണില്ലേ
അപ്പൊ കാണുന്നുണ്ട്. അപ്പൊ ശരിക്കിരുന്നാ കുട്ടിക്കുള്ള തൊപ്പി നോക്കട്ടെ. ഇതുണ്ടോ? ശരിക്കിരിക്കേ. മാഷാ അല്ലാ. ഓരോന്ന് കാട്ടി. ഇപ്പൊ നമ്മള് ഓക്കുള്ള മാക്സി എടുത്തു, ടർക്കി എടുത്തു. ഒരു വീഡിയോ കോൾ ചെയ്യാൻ ഷെഫീഖിന് വിളിച്ചടി. ഇനി പറയുന്നത് ഇതോക്ക് വരുന്നത് ഒരു ഇന്നർ വെയർ ആട്ടോ. ഇതാർക്കാ? ഇത് കുട്ടിക്കില്ലടി. ഇതൊക്ക ഇത് നിർത്തിക്ക. ഒക്കെ നിർത്തലൊക്കെ ലാസ്റ്റ് ആട്ടി കൊടുക്കലെന്നാ. എന്താ ഇത് കുട്ടീന്റെ ചെറിയ ഇതൊന്നും ഞങ്ങള് ഇത്രയും കാലമായിട്ട് യൂസ് ചെയ്തിട്ടില്ല. എടി ടിഷ്യൂ ഇല്ലേ, നനവില്ല ടിഷ്യൂ. ഇങ്ങനെ ഇനി തോത്തി കൊടുക്കാനും അങ്ങനെയൊക്കെ ഇല്ല, മരുന്ന് എന്താവുകയാണെങ്കിലും അത്. ഇനി ബഡ്സ് ഉണ്ട്. ബഡ്സ് ഇട്ട് ഇത്രയും സാധനങ്ങൾ ഇപ്പൊ നമ്മള് വേഗം എത്തിയാട്ടോ. വിരിച്ചാല ഷീറ്റ് ഉണ്ട്. കണ്ടിട്ട് അറിയില്ല. ഇതെന്താ? അത് ഓള് പേട്, ഇങ്ങനത്തെ പേടൊക്കെ നോക്കാ. ഇത് ഈ ടൈപ്പിൽ വരുന്ന പേടാട്ടോ. നെഗറ്റീവ് ആയിട്ട് കൊടുക്കരുത്. എല്ലാ ഐറ്റം അതിലുണ്ട്. ആ 4 ടൈപ്പ് കുട്ടിക്കുള്ള കുപ്പായങ്ങൾ വരുന്നുണ്ട്. പിന്നെ വരുന്നത് അതൊക്കെ കുപ്പായാട്ടോ. തൊട്ടിത്തുണി ഉണ്ട്. തൊട്ടിത്തുണിന്റെ കമ്പിയൊക്കെ ഇതാക്കണേടി. ഞാൻ ആദൂന്റെ കമ്പി, കയറ്, നെഞ്ഞൊക്കെ ചാടുക. തൊട്ടിത്തുണി, കമ്പി, കയറടക്കുന്നുണ്ട്. കുട്ടിക്ക് തീർപ്പ് ഷഫീഖ് വിളിച്ചത്. ഓ ഇണ്ടടി ബാർബി സെറ്റ്. ആരാണ് ഉള്ളാക്കറ്? കത്രിക. ഇതെന്ത് പ്രശ്നം? ഇതിപ്പോ നമ്മളെടുത്തത് ഓക്കില്ല ഇന്നർ വയസ്സും കുറച്ച് ഐറ്റംസും കാര്യൊക്കെ ഉണ്ട്. ഇനി കുട്ടിക്കില്ലേ ഈ ബ്രഷൊക്കെ എന്തിനാണാവല്ലേ? എടി മുടി വാരാനെടി, കുഞ്ഞുമുടി. അതും ഭാര്യ ഇങ്ങനെ ആക്കി കൊടുക്കൂലേ, വല്ല വാർന്നൊടുക്കണക്കാരോ. അങ്ങനെ കുട്ടിക്കില്ലേ ഒരു ഡ്രസ്സും കാര്യൊക്കെ കിട്ടിയതോക്കടി. കുട്ടിക്കില്ലേ ഞങ്ങളൊക്കെ 100 ഉറുപ്പ്യന്റെ മറ്റേ പൗഡറായിരുന്നു ഇത്രയും കാലം. ആദൂനായി വിരിച്ചാന് ആ ഞമ്മളെത്തില്ല മറ്റേ ഷീറ്റില്ലേ, ഞാൻ ആദൂന്റെ തന്നില്ലേ അത്. ഇച്ച് കരച്ചിലായിരുന്നു. സോപ്പുണ്ട്. ഇത് പൗഡർ. അതല്ല അത്. ഇന്നെന്താ? അത് ക്രീം ഉണ്ട്. ഇതാക്കണേ കുപ്പായോ. ക്രീം ലോഷനാണ്. ക്രീം എക്സ്ട്രാ സോഫ്റ്റ് ഒക്കെ വരാനല്ലേ. സഫീഖിനെ വിളിച്ചാണ്. അപ്പൊ ഞാൻ നോക്കണം കേട്ടോ. ഐറ്റംസ് മനസ്സ് മാറി പോകണം. ആ സാധനം നോക്കാൻ ഞങ്ങള് വേറെ വെച്ചിക്കണ്. അപ്പൊ 3 ഐറ്റംസ് ആണ്. ഞാൻ റേറ്റും കാര്യമൊക്കെ വേണമെങ്കിൽ ഇതില് കമന്റിൽ ഇടണ്ട കേട്ടോ. വാണ്ടിയോലൊക്കെ നിങ്ങളെ പെണ്ണുങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ താത്താരോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായി ഓർഡർ ചെയ്തോളി. അത്രയും വിലക്കുറവില്ല സാധനമാണ് കേട്ടോ. അതൊക്കെ അത്രയെന്ന് പറഞ്ഞാല് നമ്മളിത് പീടിയിൽ പോയി വാങ്ങുമ്പോ 7-8 ഉറുപ്പ്യ എന്തായാലും ആവും. കണ്ടിട്ട് സഹിക്കുന്നു. ഇതൊക്കെ നോക്കമാണേ. ഇതൊക്കെ കണ്ടിട്ട് ഇടങ്ങാറ് സന്തോഷം കൊണ്ട് സന്തോഷം. ഇത് മറ്റേ കുപ്പായ. കാലും കയ്യും ഇല്ലേ. ഷഫീഖിന് ബാക്ക് ക്യാമറ ഇട്ടോർക്ക്. എടാ തൊട്ടി തുണി അതും എല്ലാം അടക്കം. ഇതൊക്കെ ഇനി നീർത്തിയൊക്കെ കാട്ടി കൊടുക്കണം. കയറൊക്കെ നോക്കാം. നമ്മളൊക്കെ ചൂര കയറ് വാങ്ങുമ്പോ അതുപോലൊക്കെ നല്ല സെറ്റപ്പ് കയറ്, തൊട്ടിത്തുണി. ഞാൻ ആദൂന്റെ കമ്പി എടുത്തുവെച്ചേക്കാണ്. തുണിയുണ്ട്. ബാക്ക് ക്യാമറ ഇടേ. എന്താ അത് പറയാൻ പറ്റ? എന്താ എങ്ങനെയാണ് സമാധാന സംഭവം. ഇതാണ് നമ്മളെ ഷഫീഖ്. എന്താ അറിയാല്ലേ സാധനം പൗഡറിന്റെ കുപ്പിടുത്ത് അത് വരെ ഉണ്ട്. നോക്കാ പൗഡർ ഇടും. ഇതൊന്നല്ല ആയിട്ട് ഇതൂടി നോക്കടാ. നോക്കാ ഇല്ല എന്താ എനിക്ക് പറയാല്ലേ. ഒരിക്കലും വിചാരിച്ചു. ഇനി കുട്ടിക്കൊരു സന്തോഷം ഒന്നുമില്ല. നല്ലൊരു ആഫിയത്തായിട്ടുള്ളൊരു കുട്ടി, ഒരു കുഴപ്പമില്ലാത്തൊരു കുട്ടിനെ കിട്ടട്ടെ. ഷഫീഖേ ഇതിപ്പോ ആരും അറിഞ്ഞിട്ടില്ല. കുഞ്ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. കണ്ടിട്ട് ഒരു നല്ലൊരു ഹാപ്പി സന്തോഷം. അല്ലാ മാഷാല്ലാ മാഷാല്ലാ. അതിലേക്ക് വരുന്ന ഒരു പൊന്നു മക്കളോ ഒന്നുള്ളൂ. അല്ല ആൺകുട്ടിയാലും പെൺകുട്ടിയാലും അങ്ങനെ മക്കള്. ഇതൊക്കെ എന്താടി? അത് സോപ്പും ക്രീമൊക്കെ അതിനൊക്കെ സാധനം സിനിമ എന്താ പറയാല്ലേ. നമ്മളിങ്ങനെ ഒന്നും പോയി മാങ്ങലില്ല. അങ്ങനെയില്ല. ഓളെ പെട്ടി അല്ല കൊട്ട റെഡി ആയിട്ട് ഇപ്പൊ 1 മാസമായി. അതിൽ ഞാൻ വേണമെങ്കിൽ കാട്ടിത്തരാം. ഇതിന്റെ മുന്നത്തെ വീഡിയോയിലും കണ്ടറിയ ഒന്നുമില്ല. അപ്പൊ വാങ്ങണ ബെഡും ഇതേപോലെ എന്തേലും ചെറിയ കുപ്പായ അങ്ങനെ പൗഡർ സോപ്പ് അങ്ങനെ വേറെ വാങ്ങാന്നല്ലാതെ നമ്മളൊന്നും വാങ്ങുള്ളത്. ഇപ്പൊ നിങ്ങക്ക് കാട്ടിത്തരാൻ വേണ്ടി ഇല്ല സെറ്റപ്പും കാര്യൊക്കെ. ആ മാക്സി ഇത് ഞാൻ കാട്ടിത്തരാം കേട്ടോ. നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടി സ്റ്റൂളൊക്കെ വെച്ച് കയറുകയാണ്.
ഇങ്ങനെ കറക്കണുണ്ട്, കുട്ടീനെ പിടിച്ചണുണ്ട്, ബാഗുണ്ട്, മൂത്രയിച്ചണ അല്ലേ? പ്രസവിച്ച് കഴിഞ്ഞാൽ രണ്ടാൾ ബെഡിലും പിടിച്ചണ ഒരു വിരിയല്ലേ? എല്ലാരും രണ്ടാക്കില്ലേ നമ്മള് ബെഡ്ഷീറ്റിന്? കുട്ടി മൂത്രമൊഴിച്ച അതിനാ രണ്ടാക്കും വിരിച്ചൂല ഷീറ്റ്? ഹോസ്പിറ്റലാകുമ്പോ ഉണ്ട് തോന്നുന്നുണ്ട്. ഞമ്മക്കൊരു ഷീറ്റ് വാങ്ങും, പിന്നെ ആ ഷീറ്റിൽ നമ്മള് കോയമ്പേക്ക് അടക്കുക അല്ലേ? ഓക്ക് ടച്ച് ഇട്ടിട്ടില്ല. പിന്നെ ഓക്കില്ല മാക്സ് ഉണ്ട്, കുട്ടിന്റെ കൈയും കാലിലും കുപ്പായം, പിന്നെ ടർക്കി, ക്രീം, എന്താ അതേമാതിരി ഷാമ്പു, പിന്നെന്താ സോപ്പ്, പിന്നെ ആ കുട്ടിയാളിതുണ്ട്. ഞങ്ങളൊക്കെ ഇത് പറഞ്ഞിട്ട് എടുക്കട്ടെ, അല്ലെങ്കിൽ ഓർഡർ തെറ്റും. പിന്നെ ഇതേമാതിരി പേട്, ചീർപ്പ് കുട്ടിക്കുള്ളത്, പിന്നെ ഇന്നർ വെയറാഴ്സ്, പിന്നെ ടർക്കിയാള് 2 കൂട്ടം, തൊട്ടിയാണ് സെറ്റപ്പായ, തൊട്ടി, കയറ്, തൊട്ടി തുണി, നെറ്റ് ഒക്കെ ഒന്നും മിസ്സായിട്ടില്ല. എന്തടി മറ്റേ ഭയങ്കര ഷീറ്റ് അതൊരു മതി ഒരല്ല ശീലക്കാരെ നമ്മള് വാങ്ങുമ്പോ ഒരല്ല മറ്റേ പ്ലാസ്റ്റിക് അങ്ങനത്തെ. പിന്നെ ഇഞ്ഞേ കുട്ടികളെ കുപ്പായൊക്കെ ഒന്ന് കാട്ടിക്കൊടുക്ക്. ഇമ്മ അവിടെ ഉണ്ട് കേട്ടോ, ഉമ്മ കാട്ടി കൊടുത്തോ. ഉപ്പാക്ക് പുട്ടാണ്, ചോറും കൂട്ടാനും പുട്ടുണ്ടാക്കാണ് ഉപ്പാക്ക്. പുട്ടാ ഇതൊന്ന് പാട്ടുതൊട്ടിൽ പാട്ടുമോളി കൂട്ടിരിക്കാൻ കുഞ്ഞാവേ നെഞ്ചിനകത്തു കിടന്നുറങ്ങും മായപ്പൊന്മയിലേ. അവിടുന്ന് നുള്ളിപ്പൊടുക്കല് പിന്നെയും തുടങ്ങുന്നുണ്ട് കേട്ടോ. കിളി പോയിക്കണ്. ഇപ്പൊ ഞങ്ങളൊന്ന് ഒതുങ്ങി ഇരുന്നതാണ്. ഞങ്ങൾ ആക്ടർ അന്ന് ആക്ടറൊക്കെ ഇപ്പൊ നിന്നിട്ടുള്ളൂ. എന്താ കയ്യും കാലും ഇല്ല കുപ്പായോ എല്ലാം കണ്ടു ഒതുങ്ങിയിട്ട് ഇനി വീഡിയോ എടുക്കാറുണ്ട് നിന്നാ. ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ഒരു ശാന്തതായി. സാധനം എത്ര ഉണ്ട്, കാണുകൾക്കും ശാന്തത. കലപ്പില്ല നല്ല രസമുണ്ട് അല്ലേ? വെള്ള ഓള പേടാണ്. ഇനിയിപ്പോ നിങ്ങള് ചിലപ്പോ വീഡിയോ ഇപ്പൊ 3-ാം തീയതി ആയി, 10-ാം തീയതി കഴിഞ്ഞ സിഫ്നാന്റെ ഒപ്പം നിങ്ങൾക്ക് പ്രതീക്ഷിച്ചട്ടോ. ഇനി വീഡിയോ ഒക്കെ കാണാതെ പറ്റണ അങ്ങനെ ഞാൻ വീഡിയോ ഇടും. ഒന്നല്ലേ ഉള്ളൊരു, അതിന്റെ ഉള്ളില് തുണിയുണ്ട്, തുണി ഇർക്ക് ഇത്. ആദൂന് ബേക്ക് കൂടിയനി ഒരു പേട്, ശീലപ്പേട്. സംഭവം സെറ്റപ്പാണ്. ഞാൻ ആദൂന്റെ എനിക്ക് തന്നില്ലേ ഉമ്മ? ആദൂന്റെ ഞാൻ കൊണ്ടുവന്നിക്കണല്ലോ. ഉണ്ട്. അവിടെ ലെവല് പറ്റി. കാരണം ഞമ്മള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊട്ടേറ്റ് പോകിന്. ഓളെ കൊട്ടങ്ങക്ക് ഇതിന് മുന്നേ അല്ലേ കണ്ടുക്കണം. പിന്നെന്താ 2 കുപ്പായപ്പനാരെ കൊണ്ടുപോയി വെച്ചു, അത്രേ ഉള്ളൂ. 4 കെട്ടണ കുപ്പായ, ഒരു 25 ഉറുപ്പ്യന്റെ സാധാ നോർമലില്ലേ. അപ്പൊ ഇതൊക്കെയാണ്. ഞാൻ വയലറ്റ് കുപ്പായ എടുത്താ പിന്നെ നമ്മള് വെല്ല കുറച്ച് ഇനി ഇത് കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടോ ഇനി വാങ്ങ. ഇതിപ്പോ ഇങ്ങനെ വാങ്ങിയതാണ്. ഇനി വേണ്ട, ഇനി കുട്ടിക്കില്ല. സോപ്പും പൗഡറും ഒക്കെ നമുക്ക് വേണ്ടിട്ട്. അപ്പൊ സിഫ്നാനെ കാണാൻ വരുന്നോലൊക്കെ വരുമോണ്ടി. ഇൻഷാള്ള കുട്ടിയൊക്കെ ഉണ്ടായിട്ടില്ലേ, പൂതിയൊക്കെ ഉള്ളോല്. ഇതെന്താടി? ഇത് ഞാൻ നേരത്തെ കണ്ടു. അപ്പൊ പൊളിച്ചു നോക്കിക്കോ. അതൊക്കെ യൂട്യൂബിൽ അടിച്ചു നോക്കാം. ഒക്കെ കുളത്തി. ഇതെന്താ അറിയണോലൊന്ന് കമന്റ് ചെയ്യണേ. ഇത് ഇതിനായിട്ടില്ലതാ. എന്തേലും കുളത്തിടാനൊക്കെ ആരടി, അതിലെന്തേലും ഇറക്കി വെക്കാനേ സാധനം എന്താന്നൊന്ന് പറയണേ. അല്ലേ ഞങ്ങൾക്ക് വാങ്ങാൻ അറിയുള്ളൂ, ഉപയോഗിക്കാൻ അറിയില്ലേ. ആ കത്രെടുത്ത ആ കത്രി കറക്കി വെക്കാനാണാവോ? ആണോ? നോക്കി നോക്ക, നീ കറക്കി നോക്ക. എന്താ ബുദ്ധി? അത് പിന്നെ എന്തിനാണാവോ? എടി ആങ്കട തടച്ചിട്ടൊക്കെ തൂക്കാനാണാവോ? ഇത് സെറ്റ് അപ്പൊ ചാടൂലേ? ഇതിലോലെ എഴുതി കൊടുത്തിട്ടില്ലാവോ? ഇതെന്താന്നറിയോ? നെയില് ക്ലിപ്പർ. ഞാൻ പറഞ്ഞില്ല ഈ കറക്കിയൊക്കെ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞ കോളിനെ കളിയാക്കി. മറ്റേ ഷേക്ക് മുന്നർക്ക് അങ്ങനെ ഇട്ടക്കാനേ. എങ്ങനെ ഇട്ടു? അല്ലേ ഇതില് നെയിൽ ക്ലിപ്പറാണ് ഇത് പറയണത്. ഇത് എന്താന്നൊന്ന് പറയണേ. ഈ സാധനമാണ് അറിഞ്ഞടി. ഇതിപ്പോ കണ്ടുപിടിച്ചിട്ട് ബാക്കി കാര്യം എടി നഖം വെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇടാന് പോവാക്കാന് നെയില് ക്ലിപ്പേഴ്സ് പൊട്ടിച്ചിങ്ങനെ കാട്ടി തന്നെ.
അതിൽ നോക്കട്ടെ, അതിലുണ്ടോ ഇതാകണ ഈ സാധനമാണ്. അതെ, ആ ഒരു സാധനമാണ്. നമുക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കാം. യൂട്യൂബുകാരൊക്കെ ഉപയോഗിച്ചു, അല്ലെ യൂട്യൂബ് ഉണ്ടാവുമല്ലോ ഒക്കെ. അല്ലെ കത്രിക മുടി വെട്ടാനോ? കത്രിക എന്തേലും വെട്ടാനൊക്കെ ആവശ്യം ഉണ്ടാവൂലേ? അടങ്ങി നിന്നിട്ടില്ലെങ്കിൽ കുട്ടീനെ നെട്ടിച്ചുക. കുഞ്ഞ് കട്ടർ നമ്മളെ വലിയ കട്ടറിച്ചാ ആ ചെറുപ്പെടുത്തടി ബാർബി സെറ്റ് തന്നെ. ചെറുപ്പത്തിലൊക്കെ ഈനൊക്കെ നല്ല പൂതി മറ്റേ മൊട്ട് തല വരണ്ടേ. അത് വേനെടുക്കൂല അല്ലേ? ഓരോ കണ്ടുകൊടുത്താണല്ലോ അല്ലേ? എടി കുട്ടിക്ക് മുടിയായിരുന്നതടി. നഖം കേക്കി കൊടുക്കാനക്കാരം. വേദന എടുക്കൂല. അതിന് മുടി വാരാനാണ്. എന്നാ മുടി വാരാണ് സിഫ്ന. പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ വാരാ, ആൺകുട്ടിയാണെങ്കിൽ മറ്റേത് ഇങ്ങനെ. കമന്റ് ചെയ്യണട്ടോ. ഇത് നമ്മളെ ബ്രഷാണ്. ഞാൻ പറഞ്ഞുതരട്ടോ. ഹെയർ ബ്രഷ് മുടി വാരുന്ന ബ്രഷ്. അതിന്റെ ഇംഗ്ലീഷ് ഹെയർ ബ്രഷ്. യൂട്യൂബൊക്കെ കാണണേ, അപ്പൊ വാരുന്ന ഇരിക്കണൊക്കെ അതെ. ഒരു ഓമ ഇന്റെ രോമം ഇങ്ങനെ വാർന്ന അതന്നെ സാധനം കണ്ടോ? രോമം നിക്കണുണ്ടോ? ആർക്കാ പഠിച്ചോന്ന് ഇതൊക്കെ ഓർഡർ ചെയ്തെടുത്താണ്. നെക്സ്റ്റ് അങ്ങനെ ഇത് നമുക്ക് പൂട്ടിയേക്കാം, അല്ലെങ്കിൽ സംശയങ്ങൾ കൂടും. പലതും അറിയും. നല്ലോണം പറ്റി. ആളാണെങ്കിൽ ഒരു 40 ചെയ്യണം അല്ലേ? ആ പൗഡറും ആ സാധനത്തില് ഇത് ഞാൻ ആദ്യമൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അച്ഛ പൂതി ഉണ്ടായിനി. ഇതൊന്നും നമ്മള് വാങ്ങിയെടുക്കില്ല. ആകെ അതെന്താ അറിയോ? പൊടിയക്കാലം. പക്ഷെ ഇത് ഇടാൻ അറിയുന്നവർക്ക് അതിനെ നേക്കുണ്ട്. എനിക്ക് വാങ്ങിക്ക് ഇച്ചേരുണ്ട് കേട്ടോ. കുട്ടിക്ക് പൗഡർ ഇങ്ങനെ തേമ്പള പഞ്ഞി. കുട്ടി എന്തിനാ കണ്ടിട്ട് സഹിക്കണില്ല. അവളോട് ഞാൻ പറയേനി അന്ത മാണ്ട എവിടെ വെച്ചോർക്കുന്നു. ഉമ്മാക്കച്ചാണില്ലേ? ഇതൊക്കെ അച്ഛ വാങ്ങി തന്നിങ്ങാണ്ട് ഓള് ഇതൊരു സാധനം എടുക്കുക. ഏറ്റവും ഇല്ല അതൊന്നുമില്ല. അല്ല ഇതോളെടുത്തോട്ടെ. അറിയില്ല അവിടെ ഉണ്ട്. വേണ്ട തേച്ച് കഴിഞ്ഞാൽ മറ്റേ ഭൂതം മാതിരി. ഇതെന്താ സംഭവം അറിയാം? ആകെ പോക അത് കൺമശൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് മാഷാള്ള കുട്ടി പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ നമ്മള് വാല കയറി, ആൺകുട്ടിയാണെങ്കിൽ പിന്നെ അച്ചേക്ക് വാല അല്ല പിരികം വെച്ച അടക്കടക്ക്. അതുകൊണ്ടപ്പോ വിഷയം മാറി. ഇനി ടർക്കി ഇറക്ക്. കരടി തവളാച്ചി ടർക്കി. ഇത് പെണ്ണട്ടിയാലും പോക്കട്ടോ അല്ലേ? ഇത് റീദോ ഫീദോ ഒക്കെ വേണ്ടിന്. സ്കൂളുണ്ട് എല്ലാത്തിനും. ഫിദാന് ചെറുതിന് ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ പഞ്ഞില്ലേ അങ്ങനെ മുഖത്തും വെച്ചേർക്കും. ചെറുപ്പത്തിലേ അങ്ങനെ 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 വഴുതി ഇറക്കും. ഓല് ഒന്നുമില്ല കേട്ടോ. ഓലൊക്കെ വാണ്ടീന് ശരിക്ക് അല്ലേ? പിന്നെ അതൊക്കെ ഇതാണ് ഓക്കെ നല്ലോണം പറ്റിയാണ്. ഇഷ്ടപ്പെട്ട സാധനം. നല്ല കളറ്. അതാണ് ആ സാധനം. നമ്മളിപ്പൊ പെറ്റേക്കിന് കുട്ടീനെട്ടോ കുട്ടീനെ കാണൂല. കുട്ടി അതിന്റെ ഉള്ളിലുണ്ടാവും. അത്രയും ആയുണ്ട് അതിന്റെ ഉള്ളിക്ക്. ഇനി നെക്സ്റ്റ് സാധനം. പക്ഷെ ഇതൊക്കെ കിട്ടിയിട്ട് ഒരു കാര്യണ്ട്. വൈ ഞാൻ ചിന്തിച്ചണില്ല. ഞാൻ ലേബർ റൂമിക്ക് പോവാനായിക്കണെന്ന് ഞാൻ ചിന്തിക്കണില്ല. പക്ഷെ ഞാൻ ഓരോ ഉറക്കത്തിലും ഞാൻ ചിന്തിക്കുന്നുണ്ട്. ചിന്തിക്കാറില്ല. ചോള ഫോൺ വെല്ലടിച്ചപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയ തറവാട്ടത്തെ അമ്മായി ആയാലും വിളിച്ചേക്കാട്ടോ. ഹലോ എന്തടി എന്തെങ്കിലും ഉണ്ടോ? എന്തുണ്ട്? ഇച്ചൊരു കുഴപ്പമില്ലാന്ന്. അതല്ലേ വിറ്റ് ഓളിച്ചൊരു ദിവസം വിളിച്ചു. വൈകുന്നേരം ആവാൻ നേരത്ത് വിളിച്ചിട്ട് അല്ല ഇജന്റെ ഉപ്പാന്റെ കാര്യമാണ് അവിടെ പറയണത്. നല്ല വേദന ഉണ്ട്. അന്റെ ഉപ്പാന്റെ ഈ കരിമ്പാറ പാലുണ്ണി കേറി കൊണ്ടുവന്നിക്കാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു. ഓളിച്ചു വിളിച്ചു. കൈയാട്ടി പോന്ന പക്ഷെ ഇജ അവിടെ പറയണത് എന്താ? നല്ല വേദന ഉണ്ട്. നല്ല വേദന ഉണ്ട് എന്നാ ഞാൻ കേൾക്കണത്. കറക്റ്റ് ഒരു ഡയലോഗ് നിങ്ങൾ വിളിച്ചു മാർക്കും. ഇന്റെ കജ്ജും കാലും കൊഞ്ഞ് ഞാൻ പുറത്ത് ഉമ്മാക്ക് വിളിച്ച്. പിന്നെ ഇജ് കട്ടാക്കി. അവൻ പറഞ്ഞ കട്ടാക്കി. അല്ലെങ്കിൽ എന്നാ വിളിച്ച് പറയണ്ടേ? എന്നാ ഓള് തിരിച്ചു വിളിച്ച് തിരുത്തണൂല്ല. പിന്നെ വിളിച്ചോ? ഉമ്മ വിളിച്ചു. ഉമ്മ സിഫ്നാക്ക് വേദന വന്നിക്കണോലോ പറഞ്ഞു. എന്തടി ചോദിച്ചിട്ടുണ്ട് ഉമ്മ. ഒന്നുമില്ലാന്ന്. ഈ സംന പണ്ടാറം വിളിച്ചുകൊണ്ട് താത്താക്ക് വേദന ഇളകിയാന്ന് നിന്നെ വിളിച്ച് പറഞ്ഞിക്കാണ്. ഞാൻ ആരോടൊരു വേദന ഇളകി. പക്ഷെ ഓളെ കൈയായിട്ട് വന്നില്ല. ഓളപ്പാന്റെ കരിമ്പാന്റെ നല്ല വേദനയാണ്. നല്ല വേദനയാണ് എന്നാ കേൾക്കണം. അപ്പൊ ഞാൻ കാട്ടിയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്ത് ഫോൺ എടുത്തിട്ട് ഇതാ പറയുന്നത്. കടിച്ചൂടെ? എടുത്തോ? അപ്പൊ ഞാൻ വിചാരിച്ച എന്നെ വണ്ടി കയറ്റുന്ന തിരക്കിലാണ്. ഞാൻ പറഞ്ഞ ഒരു പൊട്ടത്തിമ്മ നിങ്ങളോട് എന്തിനാ അക്കോലം പറഞ്ഞ അവളോടൊന്നും വിളിച്ചു പറഞ്ഞു. എന്തിനാ വിളിച്ചറിയുന്നത്? കജ്ജട്ടിട്ട് ഇതാ കേൾക്കണത്. തല തോത്തണം മുണ്ടാട്ടത്. അതൊക്കെ നമുക്ക് 90 കഴിഞ്ഞിട്ട് യൂസ് ആക്കാം. അല്ലെങ്കിൽ കുട്ടീനെ തല ആര് കളിച്ചായിട്ടൊക്കെ തോത്തിയാല്
ഇത് പിന്നെ തന്നെ സെയിം കളർ ആ സിഫ്നാക്ക് കൊടുത്തിട്ടുണ്ട്. വാങ്ങിയോണ്ട് എല്ലാം ഇതിനിപ്പോ കിട്ടിയതാട്ടോ. അല്ലാതെ നമ്മൾ സെറ്റ് അല്ലേ, നമ്മളല്ല ഓള് വാങ്ങിയാ പറയാ. നമ്മള് സെറ്റ് അടക്കം വാങ്ങിയോണ്ട് എല്ലാതും ഇതിൽ പെട്ടു. ഇനി ഒന്നും നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നുമില്ല. ഇനി വേദന വരികോ ഇനി ആ റോസ് ഇർക്ക് തന്നെയല്ല എനിക്ക് ഞാൻ തന്നത്. ഇവിടെ ഉണ്ടാതേ. ആ ഇനി പറയുന്നത് തൊട്ടിന്റെ തുണി കമ്പിയൊക്കെ നോക്ക. കമ്പിയൊക്കെ വലിയ കമ്പി അല്ലേ, നല്ല കമ്പിയില് കട്ടിണ്ട്, കയറുണ്ട്, ഷീറ്റ് ഉണ്ട്. തുണിയൊന്ന് തുറന്നാട്ടി കൊടുത്ത് നെറ്റുണ്ട്. ഇത് ഇതാട്ടോ നക്ഷത്രമൊക്കെ ഉണ്ടോക്കാം അല്ലേ. ഇങ്ങനെ നടു കൂടെ ആ തൊട്ടിക്കാതാണല്ലോ പ്രത്യേകത. ബെഡില്ലാത്തതിനാ നല്ലത് അല്ലേ. ബെഡില്ലാതെ വേഗം കേടി വരികയാണ്. ചൂടുമ്പോ കേടി അങ്ങനത്തെ ശീലല്ല. കമ്പിക്ക നമ്മള് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് കമ്പിമ്പ ഇങ്ങനെ കൊടുക്ക. ഉണ്ടോ കുളത്തിലൊക്കെ തെച്ചിട്ട് പിടി ഇനി സിഫിന വ്ളോഗ് എടുക്കുമ്പോ ഹലോ ഗേസ് അപ്പൊ ലാലാട്ട് പാട്ട് ലാഹിലാഹ രണ്ടും പാടെ കറങ്ങി. കാൽമത്തതും കയ്യുമത്തതും ഉണ്ട് കേട്ടോ. അതെല്ലാം രസമുണ്ട്. സെറ്റായിട്ടാ നിൽക്കണം. ആ ബാഗ് അയച്ചല്ലേ. ക്യാമറ ഓഫാക്കി ഒക്കെ തിരിച്ചാ. എനിക്ക് എന്തിട്ട് പോവാനാ? ചോറ് കൊണ്ട് കൊണ്ടുപോകാനാ? അല്ല ചോറ ഉണ്ടാവില്ലല്ലോ. മേച്ച് ഫുഡായിട്ട് വരുമ്പേന നല്ല സ്ഥലം ഉണ്ടടി. നോർമലാണോ കഫ്താനിയ? നോർമലാ തോന്നുന്നുണ്ട്. രസമുണ്ട് പക്ഷെ ചുരിദാർ മോഡല്. രസമുണ്ട് അല്ലേ, നല്ല കളറ്. ആന്ന് യോ ഇവിടെ വരുന്നുണ്ട് 2 ഭാഗത്ത് സ്ലിപ്പ് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസും കാര്യൊക്കെ അല്ലേ. നിന്റെ ഇത് വേണമെന്നല്ലോലോ, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് വേണമെന്നൊക്കെ അല്ലോലെ നമ്മള് ഇനിയൊരു വേറെ വീഡിയോ ചെയ്യും. ഞാൻ വാങ്ങിയ പേജ് വേണമെങ്കിൽ അതിൽ കൊളാബ് ചെയ്യുക, സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. പെട്ടി അത്യാവശ്യം ഉണ്ടേ. പെട്ടിയത്തെ സാധനങ്ങളായി സാധനം ഉണ്ടേ. ഞാൻ കൊണ്ടുവന്നതാ പൈലാറുണ്ട്. കണ്ട് കഴിഞ്ഞില്ലേ നമ്മള്? ഒന്നുമില്ല. അപ്പൊ ഇനി എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സന്തോഷായോ?